ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇറിഗേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. IS code for dimensions of engineers pattern drawing board is IS 1444/1989. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു IS കോഡാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ് വരുന്നത് IS 1444/1989. അപ്പോൾ ഇതിൽ ഒരുപാട് IS കോഡ്സൊക്കെ പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് എല്ലാ IS കോഡുകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് അടുത്ത റിവൈസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. The area of trimmed size of A2 drawing sheet is 0.25 meter square. അതായത് A2 ഡ്രോയിങ് ഷീറ്റ് A0 to A4 വരെ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും ട്രിംഡ് സൈസിൻ്റെയും അൺട്രിംഡ് സൈസിൻ്റെയും നമുക്ക് സൈസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ A2 ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസിലുള്ള A2 ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ എത്രയെന്നാണ്. 0.25 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഒരെണ്ണത്തിൻ്റെ പഠിച്ചു വയ്ക്കുക, അതായത് A0യുടെ പഠിച്ചു വെച്ചാൽ മതി. A0യുടെ ഏരിയ എന്ന് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അത് കഴിഞ്ഞ് A1 എന്ന് പറയുമ്പോൾ അതിൻ്റെ വണ്ണിൻ്റെ ഹാഫ് 0.5. A2 എന്ന് പറയുമ്പോൾ A1ൻ്റെ ഹാഫ്. A1 എന്ന് പറയുമ്പോൾ 0.5 ആണ് A1ൻ്റെ ഏരിയ. ആ 0.5ൻ്റെ ഹാഫ് 0.25 അങ്ങനെ 0.25 ആണ്. A3 ആകുമ്പോൾ ഈ 0.25യുടെ ഹാഫാണ് A3 ആണ്. അങ്ങനെ ഒരെണ്ണം A0യുടെ മാത്രം പഠിച്ചു വെച്ചിട്ട് ബാക്കി ഹാഫ് എടുത്തെടുത്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ കൺഫ്യൂഷൻസ് വരത്തില്ല. A0യുടെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. A1ൻ്റെ എന്ന് പറയുമ്പോൾ 0.5, A2 0.25. The size of A0 drawing paper is 841 × 1189 mm. അപ്പോൾ ഇതിൽ യൂണിറ്റ് ശ്രദ്ധിക്കുക, MM-ലാണ്. 841/1189 mm ആണ് A0 ഡ്രോയിങ് പേപ്പറിൻ്റെ സൈസ്. ഇത് ട്രിംഡ് സൈസാണ്. അപ്പോൾ ട്രിംഡ് സൈസുണ്ട്, അൺട്രിംഡ് സൈസുണ്ട്, രണ്ടും ചോദിച്ചിട്ടുണ്ട്. എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് അതിൻ്റെ റേഷ്യോ ഒക്കെ അറിയാം. √2:1 എന്നൊക്കെയുള്ള ഒരു റേഷ്യോ നമുക്കറിയാം. അല്ല 1:√2 അങ്ങനെ ഒരു റേഷ്യോ അറിയാം. അപ്പോൾ അതിൽ കണ്ടുപിടിച്ചാൽ മതിയാവും. കുറച്ച് ഈസിയാണ്. ഒരെണ്ണത്തിൻ്റെ പഠിച്ചു വെച്ചാൽ മതി. The recommended size of the folded drawing sheet is A4. അതായത് ഫോൾഡഡ് ഡ്രോയിങ് ഷീറ്റ് റെക്കമെൻഡഡ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. ഫോൾഡഡ് ഡ്രോയിങ് ഷീറ്റിൻ്റെ റെക്കമെൻഡഡ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂ ഈസ് ഡ്രോൺ എബോവ് XY ലൈൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ വരെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളുമാണ് കൂടുതലും എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പ്ലാന്. ടോപ്പ് വ്യൂ വരുന്നത് എബോവ് XY ലൈൻ ആയിരിക്കും തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ബിലോ XY ലൈൻ ആയിരിക്കും തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ കേസ് വരുമ്പോൾ ടോപ്പ് വ്യൂ ബിലോ XY ലൈനും എബോ XY ലൈൻ വരുന്നത് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ചെയിൻ തിൻ ലൈൻസ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സെൻട്രൽ ലൈൻസ്. സെൻട്രൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈനാണ് ചെയിൻ തിൻ ലൈൻസ് ആണ്. If the object lies in third quadrant, its position with respect to reference planes will be behind VP and below HP. നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിൽ എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്നത് ഒബ്ജക്റ്റ് വരുന്നത് ബിഹൈൻഡ് VP യും ബിലോ HP ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് VP യും എബോവ് HP ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എബോവ് HP യും ബിഹൈൻഡ് VP ആയിരിക്കും. തേർഡ് വരുമ്പോൾ ബിഹൈൻഡ് VP ബിലോ HP. ഫോർത്ത് വരുമ്പോൾ ബിലോ HP യും ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇങ്ങനെയാണ് ഒബ്ജക്ട്സ് 4 ക്വാഡ്രൻറ്റിൽ വരുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് എല്ലാ ക്വാഡ്രൻറ്റും മാറി ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. In an aligned system of dimension, the dimension may be read from bottom or right hand edges. Aligned system of dimension ഉണ്ട്, unidirectional system of dimension, രണ്ട് ഡയമെൻഷൻ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഉണ്ട്. അപ്പോൾ അതിൽ അലൈൻഡ് സിസ്റ്റത്തിൽ റീഡിങ്സ് ഡയമെൻഷൻ റീഡ് ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് എഡ്ജിൽ നിന്നും റീഡിങ്സ് ഡയമെൻഷൻ റീഡ് ചെയ്യാറുണ്ട്. പക്ഷേ യൂണിഡയറക്ഷണൽ സിസ്റ്റം ഓഫ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ നിന്ന് മാത്രമേ റീഡ് ചെയ്യാറുള്ളൂ. അതാണ് ഡിഫറൻസ് വരുന്നത്. When a cone is cut by a plane perpendicular to the axis, the curve generated is circle. ഒരു കോണ് കോണിൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് സർക്കിളായിരിക്കും. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ഷൻ ലൈൻസ് ആർ ഡ്രോൺ ബൈ യൂസിങ് കണ്ടിന്യൂസ് തിൻ ലൈൻ. നമ്മൾ സെൻട്രൽ ലൈൻസ് പറഞ്ഞു. സെൻട്രൽ ലൈൻസ് ചെയിൻ തിൻ ലൈൻസ് ആണ്. തിൻ ലൈൻസ് വെച്ചാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻസ് ഡ്രോ ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനാണ്.
ഡയഗണൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു റീഡ് അപ് ടു 3 dimension. പ്ലെയിൻ സ്കെയിൽ ഡയഗണൽ സ്കെയിലാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ട്, എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ സ്കെയിലിൻ്റെ ഡയമെൻഷൻ 2 ഡയമെൻഷനാണ് പ്ലെയിൻ സ്കെയിൽ. ഡയഗണൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻസാണ് റീഡ് ചെയ്യുന്നത്. കട്ടിംഗ് പ്ലെയിൻ ലൈൻ ഷോസ് ദ എഡ്ജ് ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ ഇൻ ജിയോമെട്രിക് ഡ്രോയിങ്. ജിയോമെട്രിക് ഡ്രോയിങ്ങിൽ സെക്ഷൻ പ്ലെയിൻ്റെ എഡ്ജ് കാണാൻ പറ്റുന്ന ലൈനിൽ കട്ടിംഗ് പ്ലെയിൻ ലൈനിലാണ് സെക്ഷൻ പ്ലെയിനിലെ എഡ്ജ് കാണാൻ കഴിയുന്നത്. When a rectangle rotates about one of its sides, cylinder is generated. റെക്റ്റാങ്കിൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിലിണ്ടറാണ് ജനറേറ്റ് ചെയ്യുന്നത്. Vernier scale is the scale constructed having n-1 of MSD. MSD means main scale division, as the secondary scale is called direct or forward vernier. അതായത് സെക്കൻഡറി സ്കെയിലായിട്ടൊരു വെർണിയർ സ്കെയിലും പിന്നെ ഒരു മെയിൻ സ്കെയിലും അങ്ങനെയുള്ള ഒരു വെർണിയർ സ്കെയിലാണ്. അതുപോലെ തന്നെ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ n-1 ആയിരിക്കും. വെർണിയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്നും ആയിരിക്കും, n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന വെർണിയർ സ്കെയിലാണ് ഡയറക്റ്റ് ഓർ ഫോർവേഡ് വെർണിയർ എന്ന് പറയുന്നത്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് റെട്രോഗ്രേഡ്. റെട്രോഗ്രേഡിൽ n-1 ആയിരിക്കും വെർണിയറും n ആയിരിക്കും മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. A solid bounded by 12 equal regular pentagon is known as dodecahedron. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഈ ഡയറക്റ്റ് വെർണിയർ എല്ലാം മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഒട്ടുമിക്കുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാ ക്വസ്റ്റ്യൻസും മുമ്പ് എല്ലാ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അങ്ങനെയല്ല ഡിസ്കസ് ചെയ്യുന്നത്. നിമിയിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അതായത് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഡൊഡെക്കാഹെഡ്രൻ്റെ ആണ്. അത് 12 ഈക്വൽ റെഗുലർ പെൻറ്റഗൺ ഉള്ളത്, അതിന് ഡൊഡെക്കാഹെഡ്രഡ് ആണ് പറയുന്നത്. Enlarging scale is used when representative fraction of a scale is greater than unit. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റിനേക്കാളും കൂടുതലാണ് എങ്കിൽ അങ്ങനത്തെ സ്കെയിലാണ് എൻലാർജ് സ്കെയിൽ എന്ന് പറയുന്നത്. യൂണിറ്റിനേക്കാളും കുറവാണെങ്കിൽ റെഡ്യൂസ്ഡ് സ്കെയിൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. A tetrahedron is lying on one of its faces. When it is cut by a plane parallel to HB, the true shape of the section is equilateral triangle. ടെട്രാഹെഡ്രൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫേസിൽ ആയി ചെയ്യുകയാണെങ്കിൽ എൻ്റെ അതിൽ എച്ച് പിക്ക് പാരലായിട്ട് ആ പ്ലെയിന് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ഒരു ട്രൂ ഷേപ്പ്, സെക്ഷൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ടെട്രാഹെഡ്രൻ പ്ലെയിനിൽ പാരലൽ ടു എച്ച് പി കട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. Extension lines are used to indicate the termination of a dimension line. Dimension ലൈനിൽ ടെർമിനേഷന് വേണ്ടി ടെർമിനേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈനാണ് എക്സ്റ്റൻഷൻ ലൈൻ. ഇമ്പോർട്ടൻ്റ് ആണ്. Flexible curve is made out of lead bar enclosed in rubber and can be bent into any shape to form a curve. അതായത് ഫ്ലെക്സിബിൾ കർവ് നമുക്ക് ഏത് ഷേപ്പിൽ വേണം ബെൻഡ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഏത് ഷേപ്പിൽ വേണം ബെൻഡ് ചെയ്ത് ഒരു കർവിൻ്റെ ഏത് ഷേപ്പ് വേണം നമുക്ക് ബെൻഡ് ചെയ്യാൻ കഴിയുന്ന കർവാണ് ഫ്ലെക്സിബിൾ കർവ് എന്ന് പറയുന്നത്. ലെഡ് ബാർ കൊണ്ടാണ് മെയ്ഡ് ചെയ്തത്. The projection on the vertical plane is called front view or elevation. വെർട്ടിക്കൽ പ്ലെയിനിലെ പ്രൊജക്ഷനാണ് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിലെ പ്രൊജക്ഷനെ പറയുന്നത് ടോപ്പ് വ്യൂ ഓർ പ്ലാൻ എന്ന് പറയും. The revolving line which generates the surface of the cone is called generator. കോണിൻ്റെ സർഫസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു റിവോൾവിംഗ് ലൈനിനെയാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. എച്ച് പെൻസിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ലെറ്ററിങ് ആൻഡ് ഡയമെൻഷൻ. ലെറ്ററിങ്ങിനും ഡയമെൻഷനിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള പെൻസിലാണ് എച്ച് പെൻസിൽ എന്ന് പറയുന്നത്. ഡ്രോയിങ് പെൻസിൽസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ഇൻക്രീസ് ഇൻ റിലേറ്റീവ് ഹാർഡ്നെസ്. നമ്മൾ ഡ്രോയിങ് പെൻസിൽസ് എച്ച് മുതൽ എച്ച് 2H 3H അതുപോലെ തന്നെ ബി 1B 2B 3B അങ്ങനെ 7B വരെ ഉണ്ട്. അതുപോലെ ഉണ്ട് അങ്ങനെ 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ഇൻക്രീസ് അനുസരിച്ചാണ് പെൻസിൽസ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. The dashed line represents hidden edges. Dashed line hidden edgesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. It is an imaginary plane at the level of the eye which is above the ground plane and at right angle with the picture plane is called horizontal plane. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പ്ലെയിനാണ് നമ്മുടെ ഐയുടെ ലെവലിലുള്ളതും അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിനിന് എബോവും റൈറ്റ് ആംഗിൾ ടു ദ പിക്ചർ പ്ലെയിന് റൈറ്റ് ആംഗിളും ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇമാജിനറി പ്ലെയിനാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. A triangle having angle less than 30 degree and greater than 120 degree is called ill-conditioned triangle. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ill-conditioned triangle ആണ്, well-conditioned triangle. അപ്പോൾ ill-conditioned triangle ആണെങ്കിൽ ആംഗിൾ ലെസ് ദാൻ 30 degree ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രിയും ആയിരിക്കും ill-conditioned triangle. well-conditioned ആണെങ്കിൽ ആംഗിൾ നോട്ട് ലെസ് ദാൻ 30 degree ആൻഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 120 degree. അതായത് 30ക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കും well-conditioned triangle. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്
ഒന്നുകിൽ വെൽ കണ്ടീഷണർ പഠിക്കുക അല്ലെങ്കിൽ ഇൽ കണ്ടീഷണർ പഠിക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റാണ് അടുത്തത്. A straight line which neither horizontal nor vertical is called inclined or oblique line. ഹൊറിസോണ്ടലും വെർട്ടിക്കലും അല്ലാത്ത ലൈനിനെ പറയുന്ന അല്ലാത്ത സ്ട്രേറ്റ് ലൈനാണ് ഇൻക്ലൈൻഡ് ഓർ ഒബ്ലിക് ലൈൻ എന്ന് പറയുന്നത്. The types of lines, their designations and their dimensions as well as general rules for drafting of lines are specified in IS 10714/2006. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ചിട്ടുണ്ട്. ലൈനിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻസും ജനറൽ റൂൾസ്, ഡ്രാഫ്റ്റിങ്ങിനുള്ള റൂൾസും അതുപോലെ ഡയമെൻഷൻസ് എല്ലാം പറയുന്ന IS കോഡ് എന്ന് പറയുന്നത് IS 10714/2006 ആണ്. അടുത്തായിട്ട് കാണുന്ന ഒരു ടേബിളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട് ട്രിംഡ് സൈസിൻ്റെയും അൺട്രിംഡ് സൈസിൻ്റെയും ഷീറ്റിൻ്റെ സൈസ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മതിയാവും. ഫസ്റ്റ് A0 മാത്രം പഠിച്ചു വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്, നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും. അൺട്രിംഡ് സൈസും അതുപോലെ തന്നെയാണ്. നമുക്ക് അത് ക്രോസ് ചെയ്ത് ഒരു ഡയമെൻഷൻ അടുത്തതിനും സെയിം ആയിട്ട് വരും. 841/1189, 594/844. ഇത് ആ ഒരു ഡയമെൻഷൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ സെയിം ആയിട്ട് വരും, ക്രോസ് ആയിട്ട് വരുന്നത് സെയിം ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും സൈസ് ചോദിക്കും, മിക്കവാറുള്ള എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായി പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ സെപ്റ്റംബറിലെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മതി. ചിലർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്ന ലേറ്റ് ആവും, ഒന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മതിയാവും. കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.